ഞാൻ ആദ്യം പറയട്ടെ, ഫസ്റ്റ് നമ്മളെ ഇഷ്ടപ്പെടണം, എങ്കിൽ മാത്രം മറ്റുള്ളവർക്ക് നമ്മളെ ഇഷ്ടപ്പെടാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ ചില ക്യാരക്ടേഴ്സ് ചിലർക്ക് ഇഷ്ടപ്പെടില്ല, നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ ചിലർക്ക് ഇഷ്ടപ്പെടില്ല. കുഴപ്പമില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തനി അവർക്ക് നമ്മളെ മനസ്സിലായിട്ട് ഇഷ്ടപ്പെട്ടുകൊള്ളും. ഇല്ലെങ്കിൽ അവർക്ക് അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ വിടുക. അതന്നെ അയ്യോ ഇത്രയും പേരുണ്ടായിട്ട് ഈ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇല്ലെങ്കിൽ 1-2 പേർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൽ പിറകെ പിടിച്ച് നിൽക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലായിടത്തും ഞാൻ പറയുമായിരുന്നു, അയ്യോ വെറുതെ ചെയ്യാണ്ടായിരുന്നു, എൻ്റെ കാശ് പോകണം, ചിലപ്പോൾ ഇത് ചെയ്തിട്ട് ഫലം ഇല്ലെങ്കിലോ, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇവിടെ ഈ വീഡിയോ എന്തിനുള്ളതെന്ന് വെച്ചാൽ കമൻസ് വായിച്ചിട്ട് റിപ്ലൈ ചെയ്യാണ്. ഫോർ ലേസർ ഹെയർ റിമൂവൽ. എനിക്ക് വരുന്ന മെസ്സേജ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ എല്ലാം എനിക്ക് കുറച്ച് മനസ്സിൽ ടച്ച് ചെയ്യുന്നത് പോലെ, ഹാർട്ട് ടച്ച് ആവണ പോലെ കുറച്ച് എനിക്ക് വരാറുണ്ട്. എന്നെ പുകഴ്ത്തിയിട്ടല്ല, അവരുടെ വിഷമം പറയുമ്പോൾ എനിക്ക് ഒക്കെ അതിന് വാല്യൂ ഉണ്ടോ, അതൊക്കെ എന്തിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അങ്ങനെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ശരി എന്നാൽ കമൻസിന് റിപ്ലൈ ചെയ്യുന്നത് പോലെ ഒരു വീഡിയോ ചെയ്യാം. ലെറ്റ് സ്റ്റാർട്ട്. ഞാൻ കുറച്ച് സെലക്ട് ചെയ്തിട്ട് വായിക്കാം. ഫർഹ ഹിബത്തുള്ള അവരെന്നോട് ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ചെയ്ത ഭാഗത്ത് ബ്ലാക്ക് കളർ വരുന്നുണ്ടോ അല്ലെങ്കിൽ വരുമോ, പ്ലീസ് റിപ്ലൈ എന്ന് പറഞ്ഞത്. ഇങ്ങനെ നമ്മൾ ലേസർ ചെയ്യുന്ന സമയത്ത് അവർ ഈ പെന്ന് പെൻസിലൊക്കെ വെച്ച് ഇങ്ങനെ വരയും. സോ അത് അനുവദിക്കേണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വെച്ചാൽ എനിക്ക് അങ്ങനെ വരച്ചിട്ട് അവിടെ ഒരു ലൈൻ വന്നിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ മാക്സിമം അത് സ്കിപ്പ് ചെയ്യുക. ഓക്കെ, എനിക്ക് ലേസർ ചെയ്തതിന് ശേഷമാണ് എൻ്റെ കുറച്ച് ബ്ലാക്ക് എനിക്ക് കുറഞ്ഞതുപോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. അത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ മോയ്സ്ചറൈസർ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഡെഡ് സ്കിൻ പോണതാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. സോ ലേസറിന് ശേഷമാണ് ഞാൻ ആ ഒരു കാര്യം കറക്റ്റായിട്ട് കണ്ടുപിടിച്ചത്. ഇല്ലെങ്കിൽ എൻ്റെ ശരിയായിട്ടുള്ളത് മോയ്സ്ചറൈസർ നല്ലോണം ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്കിന്നിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഏത് മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സെറ്റാഫിലാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത്. മരുന്നെല്ലാം കൂടിയാണോ 2000? അത് കേട്ടിരിക്കുന്നത് രജിവാവ അല്ല, സിറ്റിങ്ങിന് മാത്രമാണ് 2000. പിന്നെ എൻ്റെ സിറ്റിംഗ് കുറഞ്ഞ് എൻ്റെ ഹെയർ ഗ്രോത്ത് കുറയുന്നതിനനുസരിച്ചിട്ട് എനിക്ക് എമൗണ്ടിൽ വേരിയേഷനും വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അവർ എമൗണ്ട് ഈടാക്കുകയുള്ളൂ. ഇപ്പോഴത്തെ എമൗണ്ട് എത്രയാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ചെയ്തിട്ട് 1-2 വർഷമായി. സുധ ടീച്ചർ പഞ്ചമി 5082. എൻ്റെ പൊന്നുമോളെ, ഞാൻ 14 വർഷം മുമ്പ് 6 സിറ്റിംഗ് ചെയ്തു. എൻ്റെ ഒരു ബന്ധുവും ചെയ്തു. ഞങ്ങൾക്ക് 2 പേർക്കും ഇല്ലെങ്കിൽ 2 ആൾക്കും ഫെയിൽ ആയിരുന്നു. 14 വർഷം മുമ്പ് 15,000 രൂപ മുടക്കി. ഒട്ടും ശരിയായില്ലെന്ന് മാത്രമല്ല, എനിക്ക് താടിയിൽ ആകെ പൊള്ളലേറ്റ് പാടുമുണ്ടായി. അന്നും ഇങ്ങനെ തന്നെ സൂചി കടത്തിവിട്ട് കരിപ്പിക്കുകയായിരുന്നു. ഇന്ന് പുതിയ ഉപകരണങ്ങൾ ഉണ്ടോ എന്നറിയില്ല. മാത്രമല്ല രോമ വളർച്ച കൂടുകയാണ് ചെയ്തത്. സൂചി കടത്തിവിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഇലക്ട്രോലൈസിസ് ആണ്. ഇലക്ട്രോലൈസിസ് ആണ് നമ്മൾ സൂചി ഇങ്ങനെ, ഞാൻ ചെയ്തിട്ടുണ്ട് ഇലക്ട്രോലൈസിസ്. ഒരൊറ്റ സിറ്റിങ്ങിന് 7000 രൂപയായിരുന്നു. സോ ഇലക്ട്രോലൈസിസ് എന്ന് വെച്ചാൽ ഓരോ ഹെയറിനെ കരിച്ചു കളയുന്നതാണ് ഇലക്ട്രോലൈസിസ്. ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കത് എഫക്റ്റീവായിട്ട് എനിക്കും തോന്നിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനത് നിർത്തി. സോ ഞാനത് കണ്ടിന്യൂ ചെയ്തിട്ടില്ലായിരുന്നു. ഒറ്റ ഒരേ ഒരു സിറ്റിംഗ് മാത്രമേ ഞാനത് ചെയ്തിട്ടുള്ളൂ. പിന്നെയാണ് ഞാൻ ലേസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ലേസറിക്ക് പോയത്. സോ എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് PCOD അല്ലെങ്കിൽ PCOS അങ്ങനെയുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ട്രീറ്റ് ചെയ്യുക. ഗൈനക്കിനെ കാണിച്ച് അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തേടിയതിന് ശേഷം മാത്രം ഒരു ലേസർ ഒരു ഹോസ്പിറ്റൽ ഒരു ക്ലിനിക് കാണിച്ചിട്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിക്ക് കുറ്റം പറയാൻ തോന്നുന്നില്ല. കാരണം വെച്ചാൽ എനിക്കിപ്പോഴും ഹെയർ ഗ്രോത്ത് വരുന്നുണ്ട്. കാരണം എൻ്റെ ഹാബിറ്റ്സ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്ക് 2 വർഷം മുമ്പ് വരെ എനിക്ക് ക്ലിയർ ആയിരുന്നു. ആഫ്റ്റർ 2 years എനിക്ക് ഇപ്പോഴാണ് എനിക്ക് ചെറുതായിട്ട് വരാൻ തുടങ്ങിയിട്ടുള്ളത്. അത് 2024-ലൊക്കെ 23-ൽ ഉണ്ടായിരുന്നു. പൂർണ്ണമായിട്ടും എൻ്റെ പോയിട്ടുണ്ടായിരുന്നില്ല. അതായിരുന്നു എക്സ്ട്രാ എനിക്ക് വരുന്നുണ്ടെങ്കിൽ അത് 24-ൽ ഇപ്പോഴാണ് എനിക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് മുതൽ എനിക്കുണ്ടായിരുന്നു, അത് ഇപ്പോഴും എനിക്കുണ്ട്. ഇപ്പം എനിക്ക് എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ അതെനിക്ക് ഈ സമയത്താണ് വരുന്നത്. അതെനിക്ക് കാണാൻ തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഫുഡ് കഴിക്കൽ കുറവായിരുന്നു. എനിക്ക് നല്ല ഉറക്കം കമ്മിയാണ്, നല്ല ഫുഡ് എടുക്കണില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ. സോ അപ്പോഴാണ് ഹെയറൊക്കെ എനിക്ക് വരാൻ തുടങ്ങിയത്, ഞാൻ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. ഇലക്ട്രോലൈസിസ് ആണോ ലേസർ ആണോ ബെറ്റർന്ന് അബ്ദുള്ള നാസർ
അബ്ദുൽ നാസർ 9620 അവർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയാവുന്ന ലേസറാണ് ബെറ്റർ. റജീബ 1936 അവരെന്നോട് ചോദിച്ചിട്ടുണ്ട്, PCOD ഉണ്ടായിരുന്നോ ചേച്ചി? PCOD ഉണ്ടായിരുന്നില്ല, PCOS ആയിരുന്നു. ഇപ്പൊ പൂർണ്ണമായിട്ട് മാറി. ഇപ്പൊ എനിക്ക് ഒരു തരത്തിലുള്ള PCOD PCOS അങ്ങനെയുള്ള ഒന്നുമില്ല. XL PSC അവർ ചോദിക്കുന്ന ഓരോ സിറ്റിങ്സിലും ക്യാഷ് കൂടുതലും, ആക്ച്വലി എനിക്ക് വായിക്കാൻ പറ്റില്ല, ഓരോ സിറ്റിങ്സിനും കാശ് കൂടുതലാകുന്നില്ലേ എന്നാണ് തോന്നുന്നത്, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പർ ലിപ്പ് താടിയിലും ചെയ്യാൻ എത്രയായി അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഗൈസ് ഞാൻ അതാ പറഞ്ഞത്, അപ്പർ ലിപ്പും താടിയും ചേർത്ത് ചെയ്യാനാണ് ഈ ഞാൻ പറഞ്ഞ 2000 അല്ലെങ്കിൽ 1000. അത് കഴിഞ്ഞിട്ട് എനിക്ക് കമ്മിയായപ്പോൾ 1500 ഇങ്ങനെ ചെയ്യാനായിരുന്നു. ഓക്കെ, ഇത്രയും പോർഷൻ ചെയ്യാൻ എനിക്ക് 2000 രൂപയും പിന്നെ അത് കമ്മിയായി വന്ന ഇത്ര മാത്രമായിരുന്നു പിന്നെ ചെയ്യേണ്ടത്. ഇവിടെ മാത്രം കുറച്ച് ചെയ്യും. അവിടെ പിന്നെയായിരുന്നു എനിക്ക് കുറഞ്ഞു വന്നപ്പോഴാണ് അതിനനുസരിച്ചിട്ട് ക്യാഷ് എമൗണ്ടും കുറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞായിരുന്നു 6 months കൂടുമ്പോൾ ഒരു പ്രാവശ്യം ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ അപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് വീണ്ടും വരാൻ തുടങ്ങിയത്. ഇപ്പം ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചെന്നൈയിൽ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ചെയ്തായിരുന്നു. അതെനിക്ക് അത്ര തൃപ്തിയായിട്ട് തോന്നിയില്ല. റോറിംഗ് ലയൺ അവർ പറഞ്ഞത്, ഇത് പെർമനന്റ് സൊല്യൂഷൻ ആണോ? 1 വർഷത്തിന് ശേഷം എങ്ങനെയാണ് എക്സ്പീരിയൻസ്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെയും ഇത് ചെയ്യേണ്ടതുണ്ടോ? എനിക്കും മീശയും താടിയുമുണ്ട്. ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യണം എന്ന ആലോചനയിലാണ്. ഇത് 8 സിറ്റിംഗ് ആണ് ടോട്ടൽ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷവും നമ്മൾ 2 മാസം കൂടി ഇടവിട്ട് ചെയ്യേണ്ടി വരുമോ? ഗൈസ് ആരായിരുന്നു? റോറിംഗ് ലയൺ. ഓക്കെ, എനിക്ക് 8 സിറ്റിംഗ് ആയിരുന്നു കേട്ടോ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് സിറ്റിങ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു 10 സിറ്റിംഗ് ചെയ്യണം എന്ന് പറഞ്ഞു. എൻ്റെ 10 സിറ്റിംഗ് കഴിഞ്ഞ് എൻ്റെ 11ാമത്തെ സിറ്റിംഗ് ഞാൻ ചെയ്തു. സോ കമ്മി ആവണുണ്ട്, കുറയുന്നുണ്ട്. ഹെയർ ഗ്രോത്ത് ഒന്ന് കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ബട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്കത് പൂർണ്ണമായും പോയിട്ടില്ല. നമ്മുടെ എക്സസൈസൊക്കെ ഞാൻ ഫസ്റ്റ് ചെയ്യുമായിരുന്നു. ഇപ്പം എനിക്ക് എക്സസൈസ് കാര്യങ്ങളില്ല, ഫുഡിലൊരു കൺട്രോൾ ഇല്ല. ഞാൻ പുറത്തുനിന്നൊക്കെയാണ് ഫുഡ് വാങ്ങിച്ച് കഴിക്കുന്നത്. അതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് വീണ്ടും കാണുന്നുണ്ട്. സോ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഹെൽത്തൊക്കെ ചെക്ക് ചെയ്ത് എല്ലാം ഒന്ന് കറക്റ്റ് ആക്കിയതിന് ശേഷം മാത്രം ഇത് ലേസർ ചെയ്യുക. ഇല്ലെങ്കിൽ ലേസർ ചെയ്യുന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക. ഹെൽത്ത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റണില്ല, വർക്കൗട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മെഡിറ്റേഷൻ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ ഭയങ്കര കഷ്ടമാട്ടോ. എനിക്ക് തോന്നുന്നത് വീണ്ടും വരുന്നതാണോ തോന്നുന്നത്. ഹോർമോണൽ ഇംബാലൻസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഫസ്റ്റ് നല്ലൊരു ഗൈനക്കിനെ പോയിട്ട് കാണുക, അവരുടെ അഭിപ്രായം ചോദിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അവർ മെഡിസിൻസും തരുമായിരിക്കും. അപ്പോൾ ഒരു നല്ലൊരു ഗൈനക്കിനെ കാണിച്ചു എന്ന് പറഞ്ഞാൽ മെഡിസിൻസും തരും പ്ലസ് ലേസർ. സോ രണ്ടും കൂടി ആവുമ്പോൾ നല്ല ഫലം ഉണ്ടാവും കേട്ടോ. അശ്വനി K44494 അവരെന്നോട് എടാ പേഴ്സണൽ നമ്പർ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളെന്നെ പറയും എങ്ങനെ ഞാൻ യൂട്യൂബിൽ എൻ്റെ പേഴ്സണൽ നമ്പർ തരാനാ. സോ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണമെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് 2 അക്കൗണ്ട്സ് ഉണ്ട്. ഒന്ന് ന്യൂ ഇയർ ബേർഡ് NWYR ബേർഡ് എന്ന് പറഞ്ഞിട്ട്, സെഫന എന്ന് അടിച്ചാൽ ഇല്ലെങ്കിൽ വരും. സെഫന എന്ന് പറഞ്ഞിട്ട് വേറൊരു ചാനൽ കൂടിയുണ്ട്. 2 അക്കൗണ്ട് ഉണ്ട്. നിങ്ങൾ ഈ 2 അക്കൗണ്ടിൽ ഏത് അക്കൗണ്ടിൽ വന്ന് എനിക്ക് മെസ്സേജ് അയച്ചാലും ഞാൻ കാണുന്നതായിരിക്കും. ഓക്കെ, റോസ് 002 ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് 1 year ആവുന്നില്ലേ ചേച്ചിക്ക്? ഇപ്പോൾ എന്താണോ കണ്ടീഷൻ? ഹെയർ ഒക്കെ പെർമനന്റ് ആയിട്ട് സ്റ്റോപ്പ് ആയോ അതോ വീണ്ടും ഹെയർസ് വരുമോ? പ്ലീസ് റിപ്ലൈ. ആക്ച്വലി ചെയ്തിട്ട് ഇപ്പോൾ 2 വർഷമായിട്ട് ഞാൻ ആൻസർ ചെയ്യണം. ഓക്കെ, ഓൾറെഡി ആൻസർ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാനിതെടുത്ത് പറയണമെന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ വായിക്കുന്ന എല്ലാ കമൻസിനും ഓൾറെഡി ഞാൻ ആൻസർ കൊടുത്തിട്ടുള്ളതാണ്. ഞാൻ എല്ലാവർക്കും ആൻസർ ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞ പോലെ എനിക്കിപ്പോഴും ഹെയർ ഗ്രോത്ത് വരുന്നുണ്ട്. ഭയങ്കരമായിട്ട് വരണമെന്നില്ല, എങ്കിലും എനിക്ക് തോന്നുന്നു അത് ഭയങ്കരമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. വിഷ്ണുപ്രിയ VR 4080 എന്നോട് ചോദിച്ചാൽ എന്താ വെച്ചാൽ
ഏത് ഡോക്ടറിനെയാണോ കാണേണ്ടത്? എനിക്ക് PCOD ഉണ്ട്, സ്റ്റൊമക്കിൽ ഹെയർ വരുന്നു. ഓക്കെ, ഇപ്പൊ സ്റ്റൊമക്കിൽ നല്ല ബോഡിയിലെ ഏത് പാർട്ടിൽ നമുക്ക് ഹെയർ വന്നാലും നമുക്ക് ലേസർ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് കാണിക്കേണ്ടത്, ഞാൻ എല്ലായിടത്തും ഫസ്റ്റ് എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് ഒരു ഗൈനക്കിനെ കാണിക്കുക, ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുക, ഏതെങ്കിലും ഒരു നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുക. അതിപ്പോൾ ഇന്ന ഹോസ്പിറ്റൽ, ഭയങ്കരമായിട്ടുള്ള ഹോസ്പിറ്റൽ കാണിക്കുക അങ്ങനെയൊന്നും പറയില്ല. നിങ്ങൾക്ക് ഏത് ഹോസ്പിറ്റലാണ് അഫോർഡബിൾ ആ ഹോസ്പിറ്റലിൽ പോവുക, ഒരു ഗൈനക്കിനെ കാണിക്കുക, എന്നിട്ട് കാര്യം പറയാം, ഇതുപോലെയാണ്, എനിക്ക് ലേസർ ചെയ്യണമെന്നുണ്ട്, എനിക്ക് ചെയ്യാവോ, നല്ലതാണോ എന്ന് അവരോട് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള മറുപടി ഗൈനക്ക് തരും. ഇല്ല മെഡിസിൻസ് എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ കൂടെ മെഡിസിൻസും തരുന്നതായിരിക്കും. തമിഴിൽ ആരോ ചോദിച്ചിട്ടുണ്ട്, ഹെയർ വളരുന്ന സൊല്ലുങ്ക പ്ലീസ്. ഹായ്, ஆமாம், எனக்கு ஹேர் வளர்ந்துருச்சு. மறுபடியும் இந்த 2024 ஸ்டார்ட் ஆயிடுச்சு. லாஸ்ட் மந்த்து தான் நான் அது ரெகக்னைஸ் பண்ணது. ஸோ நவம்பரில் தான் நான் ரியலைஸ் பண்ணுறேன், ஓகே மறுபடியும் எனக்கு ஹேர் வருது. ஸோ இப்போ நான் நைட் ஷிஃப்ட் தான் பார்க்குது. ஸோ ப்ராப்பர் ஸ்லீப், ப்ராப்பர் ஃபுட் எனக்கு இல்லை. ஸோ அதனால தான் எனக்கு வருதுன்னு நான் நினைக்கிறேன். ഓക്കെ, ഇപ്പം എനിക്ക് നൈറ്റ് ഷിഫ്റ്റാണ് ഞാൻ ഇപ്പോൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള ഉറക്കമോ പ്രോപ്പറായിട്ടുള്ള ഭക്ഷണമോ എനിക്കില്ല, ഞാൻ അങ്ങനെ കഴിക്കാറില്ല. സോ അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ നോക്കി ഞാൻ ഉറങ്ങേണ്ട സമയമാണ്, ഇരുന്ന് വീഡിയോ എടുക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിക്സ് 3596 അവർ ചോദിക്കുന്നത്, ഫസ്റ്റ് ടൈം അവിടെ പോയപ്പോൾ തന്നെ ഫസ്റ്റ് സിറ്റിംഗ് ചെയ്തിരുന്നു എന്ന്. ഇല്ല കേട്ടോ, ഞാൻ ആദ്യം പോയത് അവിടുത്തെ അറ്റ്മോസ്ഫിയർ കാര്യങ്ങൾ നോക്കാനും പിന്നെ എത്ര രൂപ ആകും സ്റ്റാർട്ടിങ്, അതിൻ്റെ ഡീറ്റെയിൽസ്, ഇല്ലെങ്കിൽ എനിക്കിങ്ങനെ ഹെയർ ഗ്രോത്ത് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആദ്യം പോയത്. ഫസ്റ്റ് ഞാൻ പോയതും ലേസർ ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ടൈം ഞാൻ വരാമെന്നാണ് പറഞ്ഞിട്ട് വന്നത്. ഓക്കെ, ഞാൻ ആദ്യം ജസ്റ്റ് ലേസറിനെ കുറിച്ച് അറിയാൻ വേണ്ടി മാത്രമാണ് ഫസ്റ്റ് ടൈം പോയത്. വിനീത പ്രവീൺ 5074, ചേച്ചി ലേസർ ചെയ്യാൻ വേണ്ടി ഷേവ് ചെയ്താൽ പിന്നെ കൂടുതൽ ഹെയർ വന്നിരുന്നോ? അടുത്ത സിറ്റിങ്ങിനോ പോകുന്നതിനു മുൻപ് അടുത്ത സിറ്റിങ്ങിന് പോകുന്നതിന് മുമ്പ് കൂടുതൽ ഹെയർ വന്നിരുന്നോ എന്നാണ് ചോദ്യം. പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ടില്ല, പക്ഷെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ വൈപ്പ് ചെയ്യുമ്പോഴൊക്കെ എൻ്റെ ടിഷ്യൂ പേപ്പറിൽ ഇങ്ങനെ ഹെയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹെയർ വരുമ്പോൾ എനിക്കൊരു 3rd സിറ്റിംഗ് ഒക്കെ ആകുമ്പോഴാണ് എനിക്ക് അതിൻ്റെ ഇത് പോകുന്നുണ്ട്, ഫലം വരുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത്. 3rd 5 സിറ്റിംഗ് 3 to 5 ഉള്ളിലാണ് എനിക്ക് മനസ്സിലായത് ഇത് വർക്കാവണുണ്ട് എന്നുള്ള സംഭവം. അതിന് മുമ്പ് വരെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഞാനും നിങ്ങളെപ്പോലെ ആയിരുന്നു, എന്താണ് ഹെയർ പോണില്ല, കാശും പോവുകയാണല്ലോ, എന്നെ ഡോക്ടർ പറ്റിക്കാണെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. സത്യമായിട്ടും ഡോക്ടറിനെ പറ്റിക്കാന്ന് തോന്നുന്നു, ചുമ്മാ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെയുള്ള ബിസിനസ്സിനൊക്കെ ആയിരിക്കും, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ അല്ല കേട്ടോ ഗൈസ്, സത്യമായിട്ടും എനിക്ക് 3 to 5 ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പോകുന്നുണ്ട് എന്നുള്ളത്. അതിന് മുമ്പ് ഞാനിങ്ങനെ പറയുമായിരുന്നു, എല്ലായിടത്തും ഞാൻ പറയുമായിരുന്നു, അയ്യോ വെറുതെ ചെയ്യേണ്ടായിരുന്നു, എൻ്റെ കാശ് പോകണു, ചിലപ്പോൾ ഇത് ചെയ്തിട്ട് ഫലം ഇല്ലെങ്കിലോ, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. സോ ആരായിരുന്നു, പേരെന്തെന്നായിരുന്നു, വിനീത പ്രവീൺ ആട്ടോ. എനിക്ക് ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഇല്ല, അത് കഴിഞ്ഞപ്പോൾ ഒരു 5 സിറ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഫലം കണ്ടുവന്നത്. അതുകൊണ്ടാണ് എനിക്ക് 8 സിറ്റിങ്ങിൽ നിർത്താണ്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്തു. ആക്ച്വലി അത് കുറച്ചുകൂടി കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ പെട്ടെന്ന് അത് നിന്നേണേന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ സിറ്റിങ്സ് കഴിഞ്ഞിട്ട് 6 മാസം കൂടുമ്പോൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനത് കണ്ടിന്യൂ ചെയ്തില്ല. ഭവ്യ 1996 ഇലക്ട്രോലൈസിസ് എവിടുന്നാ ചെയ്തത്? എനിക്ക് PCOS ഉള്ളത് കൊണ്ട് എനിക്ക് മീശ ഉണ്ട്. ത്രെഡിങ് നല്ല പെയിൻഫുൾ ആണ്. ഫേഷ്യൽ റേസർ ആണ് പിന്നീട് യൂസ് ചെയ്തത്. ഇപ്പോൾ ലേസർ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇയാളെ ഹോണസ്റ്റ് റിവ്യൂ പറയണേ. ഇനി നെക്സ്റ്റ് സെഷൻ വരണ വരെ ഹെയർ വന്ന എന്താ ചെയ്യും? എനിക്ക് ആ ഹോസ്പിറ്റലിൻ്റെ പേര് നമ്മളങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇലക്ട്രോലൈസിസ് ചെയ്തത് പാലക്കാട്ടിലെ ഒരു ക്ലിനിക്കിൽ നിന്നായിരുന്നു. വേണമെങ്കിൽ ആ ബിൽഡിങ് പറയാം.
മലബാർ ബിൽഡിംഗ്, ആ ഒരു ബിൽഡിങ്ങിൽ നിന്നായിരുന്നു, ആ ബിൽഡിങ്ങിലെ ഒരു ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു ഞാൻ ഇലക്ട്രോലൈസിസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എനിക്കൊരു ഫലം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ മാറ്റിയത്. പിന്നെ അപ്പർ ലിപ്പ് ഞാനും ത്രെഡ് ചെയ്തിട്ടുള്ള ഒരൊറ്റ പ്രാവശ്യം ഉണ്ടോ, എൻ്റെ ജീവൻ പോയി, ഒരൊറ്റ സൂചി വെച്ച് കുത്തുന്ന പോലെ നല്ല വേദന ഉണ്ടായിരുന്നു. ഞാൻ ത്രെഡിങ് നിർത്തി. അത് മാത്രമല്ല, നമ്മൾ ത്രെഡിങ് ചെയ്യുമ്പോൾ അപ്പർ ലിപ്പോ താടി എന്തെങ്കിലും നമ്മൾ ത്രെഡിങ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇന്നർ ഗ്രോത്ത് വരാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായോ? ഇന്നർ ഗ്രോത്ത് വരും. അപ്പം മാക്സിമം ത്രെഡ് ചെയ്യാതിരിക്കുക. പിന്നെ റേസർ യൂസ് ചെയ്യാം, ഫേസ് റേസർ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ആക്ച്വലി എനിക്കറിയണ കുറേ പേരുണ്ട് ഡെയിലി ഫേസ് റേസേഴ്സ് യൂസ് ചെയ്യണത്. സോ അതുകൊണ്ടൊന്നും സംഭവിക്കത്തൊന്നുമില്ല. ഭയങ്കര കട്ടിയായിട്ട് വരിക, ഇല്ലെങ്കിൽ അയ്യോ അങ്ങ് നിർത്തിയെന്ന് വെച്ചാൽ കാട്, അങ്ങനെ ഇതില്ല. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. പിന്നെ ഈ PCOD ഹോർമോണൽ ഇഷ്യൂസ് ഉള്ളവർക്കാണ് ഇതുപോലുള്ളത് കാണുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ ഈ ഒരു ആൻസർ എന്താണെന്ന് വെച്ചാൽ ദയവ് ഇത് ഒരു ഗൈനക്കിനെ കാണിക്കുക. ഗൈനക്കിനെ കാണിച്ചിട്ട് അവർ പറയുന്നതിനനുസരിച്ചിട്ട് മൂവ് ചെയ്യാം. രജിസ്റ്റർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഇൻഫോം. ആസ്മി 8788. അപ്പോൾ അവർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, അപ്പർ ലിപ്പ് ഷേവ് ചെയ്താൽ വീണ്ടും കട്ടിക്ക് വരില്ലേ? 1 ടൈം വാക്സ് ചെയ്തു, ഇപ്പൊ കുറച്ച് കട്ടിക്ക് വരാൻ തുടങ്ങി, ഇനി എന്ത് ചെയ്യും എന്ന് അറിയില്ല. എല്ലാവരും കാണുമ്പോൾ പറഞ്ഞു കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 2 വർഷമായി, 2 years ആയി. ശരിക്കും ലൈഫ് മടുത്തു തുടങ്ങി. ആരോടും മിണ്ടാൻ പോലും തോന്നുന്നില്ല. ശരിക്കും ഇൻട്രോവേർട്ട് ആയി മാറി. ആക്ച്വലി ഇതിന് ഞാൻ നല്ലൊരു റിപ്ലൈ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ കൊടുത്തിട്ട്, ഞാൻ ആദ്യം പറയട്ടെ, നമ്മൾ ഫസ്റ്റ് നമ്മളെ ഇഷ്ടപ്പെടണം. എങ്കിൽ മാത്രം മറ്റുള്ളവർക്ക് നമ്മളെ ഇഷ്ടപ്പെടാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ ചില ക്യാരക്ടേഴ്സ് ചിലർക്ക് ഇഷ്ടപ്പെടില്ല. നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ ചിലർക്ക് ഇഷ്ടപ്പെടില്ല. കുഴപ്പമില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തനി അവർക്ക് നമ്മളെ മനസ്സിലായിട്ട് ഇഷ്ടപ്പെട്ടുകൊള്ളും. ഇല്ലെങ്കിൽ അവർക്ക് അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ വിടുക. അതന്നെ അയ്യോ ഇത്രയും പേരുണ്ടായിട്ട് ഈ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ 1-2 പേർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൽ പിറകെ പിടിച്ച് നിൽക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ ഹെയർ ഗ്രോത്തിൻ്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇനി വാക്സ് ദയവ് ചെയ്ത് ഇനി ചെയ്യരുത്. നമ്മൾ വാക്സ് ചെയ്യുമ്പോൾ ഹെയർ ഗ്രോത്ത് കൂടാനും ചാൻസ്, അതായത് ഇന്നർ ഗ്രോത്ത് വരും, ഉള്ളിൽ ഹെയർ വളരും. ഓക്കെ, ഇപ്പൊ താടിയോ മീശയോ എവിടെയാണെങ്കിലും ശരി, അകത്ത് ഹെയർ ഗ്രോത്ത് വരാൻ ചാൻസ് ഉണ്ട്. സോ വാക്സ് ചെയ്യരുത്, സ്കിന്ന് ഡാമേജ് ആണ്. നമ്മളിപ്പോൾ ഇപ്പോൾ പിടിച്ച് പറിച്ചെടുക്കുമ്പോൾ സ്കിന്നും കൂടെ പോവുകയാണ് ചെയ്യുക. ഹോട്ട് വാക്സ് ഒക്കെ ഏതൊരു വാക്സ് ആണെങ്കിലും ചിലരുടെ ശരീരത്തിന് ഓക്കെ ആയിരിക്കും. എൻ്റെ ഫ്രണ്ട്സൊക്കെ ആകുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് അവൾക്ക് വാക്സ് ചെയ്യണത് കംഫർട്ടബിൾ ആണ്. പക്ഷെ എനിക്ക് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അൺകംഫർട്ടബിൾ ആണ്. എനിക്ക് വാക്സ് ചെയ്ത് ഡാർക്ക് ആവും. ഇപ്പോൾ അണ്ടർ ആം ആണെങ്കിലും ശരി, ഇല്ല എൻ്റെ ഫേസ് ആണെങ്കിലും ശരി. ഓക്കെ, അത് മാത്രമല്ല ഭയങ്കര ഹൈപ്പർ സെൻസിറ്റീവ് ആണ് എൻ്റെ സ്കിന്ന്. അനാവശ്യ കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റത്തില്ല. ഓക്കെ, ഞാനിപ്പോൾ മറ്റുള്ളവരുടെ അടുത്ത് പറയുകയാണെങ്കിലും ഞാൻ നിങ്ങളോടും പറയുന്നത് ഈ ഒരു കാര്യമാണ്, വേണ്ട, വാക്സ് ചെയ്യരുത്, ത്രെഡും ചെയ്യരുത്. അല്ലാതെ നിങ്ങൾ ഫേസ് റേസർ യൂസ് ചെയ്തോളൂ. ഫേസ് റേസർ യൂസ് ചെയ്തെന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കില്ല. എന്ന് വെച്ചാൽ ഷേവിങ് സെറ്റ് എടുത്ത് പഠിക്കാനല്ല ഞാൻ പറയുന്നത്. ചെയ്തെന്ന് വെച്ചിട്ട് എക്സ്ട്രാ ഒന്നും വരാനൊന്നുമില്ല. നിങ്ങളുടെ ഡെഡ് സ്കിന്നൊക്കെ പോയി കിട്ടും, കുറച്ച് ഗ്ലോ ആവും സ്കിന്നൊക്കെ. ഓക്കെ, അപ്പം അത് ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അതിൽ പറഞ്ഞൊരു കാര്യം, എടാ നിങ്ങൾക്ക് ഇപ്പോൾ ഒരാൾ നമ്മളെ കുറ്റം പറയുകയാണെങ്കിൽ അത് അത്ര വലിയ കാര്യമാക്കി വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് അവരല്ല 3 നേരം ആഹാരം തരുന്നത്, ഭക്ഷണം തരുന്നത് അവരല്ല. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഇങ്ങനെയുള്ള ഈ മനുഷ്യന്റെ എന്താ പറയുക അത്യാവശ്യം, എനിക്കതിന് കറക്റ്റായി കിട്ടണില്ല. ഇത് മനുഷ്യന് വേണ്ട നീഡ്സ് ആണ്. ഈ ഒരു നീഡ്സും നിങ്ങൾക്ക് അവരാരും തരുന്നില്ലെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യമൊന്നും നമുക്ക് ഹേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെ അത്രയും മനസ്സിലാക്കി നമ്മുടെ കൂടെയുള്ളവർ ആരും നമ്മളെ കുറ്റം പറയത്തില്ല. ഓക്കെ, അഥവാ ഒരാൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളോട് അത്രത്തോളം ഉള്ളൂ. നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന അവർക്കറിയാം, ഇല്ലെങ്കിൽ അവർക്കറിയത്തില്ല. അവർ നിങ്ങളെക്കുറിച്ച് അറിയാത്ത ഒരു വ്യക്തിയായിരിക്കും നിങ്ങളെക്കുറിച്ച് അങ്ങനെ പറയുന്നത്. സോ അത് വെച്ചിട്ട് വിഷമിച്ചിരിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഫസ്റ്റ് സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുക, സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. അപ്പോൾ തന്നെ കുറേ മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ നല്ല ഉറക്കം, നമുക്ക് വേണ്ട നല്ല വ്യായാമം, നല്ല ഉറക്കം, നല്ല ഭക്ഷണം കാര്യങ്ങളൊക്കെയാണ്. സോ അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കിട്ടണുണ്ടോ നോക്കുക. എക്സസൈസ് പറ്റുകയാണെങ്കിൽ മുടങ്ങാണ്ട് ചെയ്യുക. ഞാൻ നിറയെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. മാക്സിമം ഇപ്പോൾ ചുമ്മാ ഒരു ഇഷ്ടമുള്ളൊരു പാട്ട് വെച്ചിട്ട് കളിക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ കളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഡോർ അടച്ചിട്ട് അതിനുള്ളിൽ നിന്ന് നന്നായിട്ടൊന്ന് സ്വെറ്റ് ആവണ വരെ ഇരുന്ന്
നിങ്ങൾക്ക് അറിയണ പോലെ ഡാൻസ് ചെയ്യുക, നന്നായി ശരീരം ഇളകണ പോലെ കളിക്കുക. സോ അങ്ങനെ കുറേ ചെയ്യുക. അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക. പിന്നെ എന്തെന്നാ, സെൽഫ് ലവ്. നമ്മളെ തന്നെ ഇഷ്ടപ്പെടാതെ നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ സന്തോഷം കണ്ടെത്തുക. സോ അപ്പൊ തന്നെ നമുക്ക് ഫീൽ ചെയ്യും, നമ്മളുടെ ഒരു ഗ്ലോനെസ്, നമുക്ക് തന്നെ ഒരു ഗ്ലോ വരാൻ തുടങ്ങും. നമ്മുടെ സന്തോഷം തേടി യാത്ര ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന്, നമ്മുടെ ബോഡി എല്ലാത്തിലും മാറ്റം വരും. നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ പ്ലീസ് ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഇതിന് ഫലം ഉണ്ടാവും കേട്ടോ. പ്ലീസ് ട്രസ്റ്റ് മീ, ഉറപ്പായിട്ട് ഫലം ഉണ്ടാവും. ആരെങ്കിലും എന്തെങ്കിലും പറയണോ പറഞ്ഞിട്ട് അതൊന്നും നമ്മൾ വെച്ചിട്ടിരിക്കാൻ നിൽക്കല്ലേ. ഇൻ കേസ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും പറയാന്നുണ്ടെങ്കിൽ ഒരു മടിയും തോന്നണ്ട, തിരിച്ച് പറയുക. എന്നുവെച്ചാൽ ബാഡ് വേർഡ് യൂസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ഉണ്ടാക്കണം എന്നല്ല ഞാൻ പറയുന്നതിനർത്ഥം. നമ്മൾ തിരിച്ച് പറയാം, എനിക്ക് ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല, നിങ്ങൾ എന്നെക്കുറിച്ച് സംസാരിക്കരുത്, അത്രേ ഉള്ളൂ. ആ ഒരു കാര്യം പറയുക. സോ നമ്മളായിരിക്കണം നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് വേറെ ആരും ഉള്ളൂ. നമ്മൾ വിചാരിക്കും, ഇല്ല എന്നെക്കാളും ഭയങ്കരമായിട്ട് ഞാൻ ഇവരെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിനെ കാണുന്നു, ഇല്ലെങ്കിൽ വേറെ എന്തിനെയോ കണ്ടു. നമ്മളുണ്ടെങ്കിലല്ലേ മറ്റുള്ളവർക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമ്മളെയാണ് നോക്കേണ്ടത്. നമ്മൾ ഉണ്ടെങ്കിലേ വേറൊരാൾക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതാദ്യം മനസ്സിലാക്കുക. സോ ബി പോസിറ്റീവ്, ബി ഹെൽത്തി, ബി ഹാപ്പി. ഓക്കെ, ഇതാണ് എൻ്റെ ലാസ്റ്റിലെ കമൻറ്റ്. ഇവിടെ ഞാൻ നിർത്താൻ പോവാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ കമൻസിനും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. സോ അത് വലിയ വീഡിയോ ആയി പോകും. ഓക്കെ, ഓൾമോസ്റ്റ് ഇതിൽ സെലക്ട് ചെയ്ത് കുറച്ച് കമൻസ് വായിച്ചിട്ട് അതിനുള്ള റിപ്ലൈ ആണ് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി എല്ലാവർക്കും ഞാൻ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ജസ്റ്റ് ഇപ്പം ഈ കമൻസ് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അവർ അറിയാൻ, ചിലർ അത് എന്താ പറയുക, അവരും അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും, ചിലർ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് പറഞ്ഞത്. ദെൻ എന്തെങ്കിലും ന്യൂ വീഡിയോ സജഷനൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ്സ് ചെയ്യുക. എനിക്ക് മാക്സിമം പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബി പോസിറ്റീവ്. താങ്ക് യു. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായില്ലെങ്കിലും ലൈക്ക് ചെയ്യുക. താങ്ക് യു.